ഹായ് മക്കളെ, കഴിഞ്ഞ 10-12 മാസത്തെ കാത്തിരിപ്പ് ഇപ്പോൾ അവസാനിക്കാനായിട്ട് പോവുകയാണല്ലേ. അതെ, ഇത്രയും മാസം നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചത് നാളെ ആരംഭിക്കാൻ പോകുന്ന +2 പബ്ലിക് എക്സാമിന് വേണ്ടി തന്നെയാണ്. +2 പബ്ലിക് എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു ബാച്ച് ഉണ്ട്. അത് നിങ്ങളുടെ ബാച്ചാണ്. അതെ, 2024-25 +2 ബാച്ച്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന +2 ബാച്ചുകളെ അപേക്ഷിച്ച് നിങ്ങൾ വളരെയധികം മെച്യൂർഡായിട്ടുള്ള ഒരു ബാച്ച് തന്നെയാണ്. അതിൽ പ്രധാന കാരണങ്ങളിലൊന്ന് മാറിയ ചോദ്യപേപ്പർ തന്നെയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ ചോദ്യപേപ്പർ മാത്രം നോക്കിയാൽ തന്നെ മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന +2 ബാച്ചുകൾക്കിടയിൽ നിന്ന് NCERT ടെക്സ്റ്റ് ബുക്ക് ആവശ്യമുണ്ടോ എന്ന് പോലും ചിന്തിച്ചിരുന്ന +2 ബാച്ചുകൾക്കിടയിൽ നിന്ന് NCERT ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയി പഠിച്ചാൽ മാത്രമേ മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന തരത്തിലുള്ള ചോദ്യപേപ്പർ പാറ്റേണിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നപ്പോൾ നിങ്ങൾ ഒരാളും തന്നെ ഒരു തരി പോലും പതറിയിരുന്നില്ല. കൂനിൽ മേൽ കുരു എന്ന കണക്ക് +2 ബോർഡ് എക്സാമിനോടൊപ്പം തന്നെ +1 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമും കൂടെ എഴുതണം. അതും എക്സാമുകൾക്കിടയിൽ കാര്യമായിട്ടുള്ള ദിവസങ്ങളില്ല പഠിക്കാൻ എന്ന സാഹചര്യം കൂടെ നേരിടേണ്ടി വന്നപ്പോഴും നിങ്ങൾ ഒരാളും തന്നെ ഏതൊരു മീഡിയ ചാനലിന് താഴെയും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇൻസ്റ്റഗ്രാം പേജിന് താഴെയും കമൻറ്റ് ചെയ്യാനായിട്ട് പോയിരുന്നില്ല. എക്സാം മാറ്റിവെക്കണം എന്ന് പറയുന്ന ആഹ്വാനം നിങ്ങൾ നൽകിയിരുന്നില്ല. ഈ പ്രതിസന്ധിയും ഞങ്ങൾ തരണം ചെയ്യുമെന്ന കോൺഫിഡൻസ് ആണ് നിങ്ങളിൽ ഓരോരുത്തരിലും ഞങ്ങൾ കണ്ടത്. ആ കോൺഫിഡൻസ് തന്നെയാണ് ഞങ്ങളെയും മുന്നോട്ട് നയിച്ചിരിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ തരുവാനും ഒരുപാട് ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ലൈവ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് തരുവാനുമെല്ലാം ഞങ്ങൾക്ക് പ്രചോദനമായത് നിങ്ങളുടെ ആ കോൺഫിഡൻസ് തന്നെയാണ്. ഇതിനോടൊപ്പം ഞങ്ങൾ ഓൺലൈൻ ടീച്ചേഴ്സും ചില വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിപ്പിച്ചുകൊണ്ടാണ് ഇവർ +2 പബ്ലിക് എക്സാമിൽ കുറേ ആളുകൾക്ക് മുഴുവൻ മാർക്കും നേടിക്കൊടുക്കുന്നത് എന്നും ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായാൽ ഇവരെ കൊണ്ടൊന്നും അത് സാധിക്കില്ല എന്നുള്ളതായിരുന്നു ആ വിമർശനം. അതിനുള്ള മറുപടിയെല്ലാം നൽകേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ നേടുന്ന ഓരോ മാർക്കും ആ വിമർശനങ്ങൾക്കുള്ള മറുപടി തന്നെയാണ്. അതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറയട്ടെ, ജീവിതത്തിൽ ചിലപ്പോൾ ഒരു തവണ പോലും നേരിട്ട് കാണില്ല എന്ന് വിചാരിച്ചിരുന്ന നമ്മളെല്ലാവരും തന്നെ നേരിട്ട് കാണുവാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണ് സൈലം എക്സലൻസ് അവാർഡിലൂടെ. നിങ്ങളെല്ലാവരും +2 ബോർഡ് എക്സാമിൽ ഉയർന്ന മാർക്ക് സ്കോർ ചെയ്ത് നിങ്ങൾ മാത്രം പോരാ, നിങ്ങളുടെ പാരൻസും എല്ലാവരും സൈലം എക്സലൻസ് അവാർഡിലോട്ട് വരണം. ഞങ്ങളെല്ലാവരെയും നേരിട്ട് കാണണം. ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ഒരു സെൽഫി കൂടെ നിങ്ങൾ എടുക്കേണ്ടതുണ്ട് എന്ന ആഗ്രഹം ബാക്കി വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. ഞങ്ങളുടെയും നിങ്ങളുടെയും എല്ലാവരുടെയും രാപ്പകലില്ലാത്ത കഷ്ടപ്പാടിൻ്റെ റിസൾട്ട് നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കുക തന്നെ ചെയ്യും. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും നിങ്ങളോടൊപ്പം തന്നെ എന്നും ഉണ്ടാവും. ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. ഓൾ ദി ബെസ്റ്റ് മക്കളെ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മക്കളെ. എക്സാം എഴുതാൻ പോകുന്ന എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്. ऑल द बेस्ट മക്കളെ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് मेरे प्यारे बच्चों, सबको शुभकामनाएं. മക്കളെ ഓൾ ദി ബെസ്റ്റ്. All the best everyone. Have a great time.